മാഷേ, ഒരു പെരുമ്പാമ്പ് ഉണ്ടല്ലോ. അതിവിടുത്തെ എൻ്റെ അന്തോണി, ഒന്നല്ലെങ്കിൽ നിന്റെ അപ്പം കുറെ കൊച്ചുങ്ങൾക്ക് ഹരിശ്രീ പഠിപ്പിച്ചോത്തു ഈ സ്കൂൾ മാഷല്ലേ? അല്ലേ? അല്ല അന്നാണ് ആ ഒരു മര്യാദയെങ്കിലും ഓർത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരി കാര്യപ്രാപ്തിയോട് ചെയ്തു രൂപേ. വെറുതെ മനുഷ്യരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാണ്ടേ. സോറി സാറേ, ഇന്ന് കാര്യപ്രാർത്ഥി ഇച്ചിരി കൂടുതലായിപ്പോയി. അന്തോണി, ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ അല്ല, ഇരിക്ക്. ഒന്നും അറിയണ്ടല്ലോ, ഒന്നും അറിയിക്കാണ്ട് തന്നെ വളർത്തിയതും അതിൻ്റെയാ. മാഷേ, ഇവൻ നന്നായി കാണണമെന്നല്ലാതെ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ എന്നായെങ്കിലും ആഗ്രഹം ഇവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ കയറി വന്നേച്ചും പറഞ്ഞു ആർട്ടിസ്റ്റ് ആവണം. എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാൻ അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. എന്നിട്ടെന്നാ കുറേ താടിയും മുടിയും വളർത്തി ഇവിടുത്തെ ഭിത്തിയും ചോരുമൊക്കെ വൃത്തികേടാക്കി എന്നല്ലാതെ അവൻ നന്നായോ? ഫ്രാൻസിസ് ആന്നോടാ? ആന്നേ. നമസ്കാരം. ആയിക്കോട്ടെ. പേപ്പ ഇഞ്ചി വിറ്റു. പേപ്പൻ പറഞ്ഞ പോലെ ആ ജോൺസൺ ഒരു 2000 രൂപ കൊടുത്തിട്ടുണ്ട്. നന്നായി. പിന്നെ വണ്ടിക്കൂലി ഒരു 300 രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നീ തന്നെ അത് അങ്ങാത്തോട്ട് വെച്ചേ. ഇവൻ്റെ കണക്കൂട്ടലൊക്കെ ശരിയാവണ്ടോ? നമ്മുടെ ആ ജോൺസന്റെ കൊച്ചിന് തീരെ മേലാണ്. അതുങ്ങൾ ഇപ്പോഴും ആശുപത്രിയില്ല. എന്തോ പനിയോ ചുമയോ? എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ആകെ പെട്ടിരിക്കുകയെന്നേ. അവളും കൊച്ചും വിടാതെ പിടിച്ചേക്കുക. കാലത്തിനി അവരെയും കൊണ്ട് പാട്ടൂർവാനയ്ക്ക് പോകണം. അവള് ശാലറ്റ് പറഞ്ഞായിരുന്നു, നീ ചെല്ല്. ശരി മാഷെ, ഇറങ്ങാറായില്ലേ? എന്നാൽ ശരി, ആയിക്കോട്ടെ. ഈ ഫ്രാൻസിസും ശാലറ്റും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി മാഷ് ഓർത്തു നോക്കി. മാഷ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കെ. നേരം കുറേ ആയി. ഹായ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടേ, എന്നാലും പറയാ, മാഷിന് ഇപ്പം ആവശ്യം ഒരു കൂട്ടാ. മാഷിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കൂട്ട്. എന്നാ ഞാൻ അങ്ങോട്ട്. അന്തോണി, അതെങ്ങനെയാ വെളിവില്ലാതെ പാതിരാത്രി വന്ന് കിടക്കണല്ലേ? ചക്ക എണീക്ക്, എണീക്കാൻ. എന്തോ ശാലറ്റെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത? ചെക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേര് വിളിക്കല്ലേന്ന്. നേരം വെളുത്താർന്നോ? നേരം വെളുത്തോന്ന്. ഞാൻ പാട്ടൂർവാനയ്ക്കും പോയി, കൊച്ചിനെ വേദപാഠത്തിനും വിട്ട് ഈ വീട്ടിലെ പണി മൊത്തം തീർത്തേച്ച് നിൽക്കണ നിപ്പ ഇത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുണി അവിടെ ഇവിടെയും വലിച്ചു വാരിയിടല്ലേന്ന്? ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ചാച്ചൻ പോയോ? പേപ്പനെ ഞാൻ പള്ളി വെച്ച് കണ്ടായിരുന്നല്ലോ. കർത്താവേ, അതെന്തായാലും ഭാഗ്യമായി. പോയി പല്ല് കേക്കട ചക്ക. പാല് പല്ല് വെച്ചിട്ട് കുടിക്കാൻ പാടില്ല. കർത്താവേ, നീ ഡേറ്റ് എന്നതാന്ന് കണ്ടോ? ഇന്ന് 1-ാം തീയതി. നീ അതെനിക്ക് അടുത്ത് തരത്തില്ല അല്ലേ? ഇങ്ങനെ ടെൻഷൻ ആക്കല്ല ശാലറ്റെ. നീ ഇത് കണ്ടോ? അത് ഞാൻ അറിയാതിരിക്കാൻ നീ വാങ്ങിച്ചെന്ന റോളിൽ കൊണ്ടിട്ട് മൊത്തം ചൊറിഞ്ഞു കൂട്ടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തോ ഇതാ വരുന്നു പേപ്പ.